നമുക്കിന്ന് വിശുദ്ധ മദർ തെരേസയെ കുറിച്ച് ധ്യാനിക്കാം. 1910 ഓഗസ്റ്റ് 26-ന് മാസ്ഡോണിയയിലെ സ്കൂബ്ജെ എന്ന സ്ഥലത്താണ് ആഗ്നസ് ജനിച്ചത്. അൽബേനിയക്കാരായിരുന്നു മാതാപിതാക്കൾ. 18-ാം വയസ്സിൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ എന്ന സന്യാസ സഭയിൽ ചേർന്ന് തെരേസ എന്ന നാമം സ്വീകരിക്കുകയും അധ്യാപികയായി ഇന്ത്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് അവർ 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ 1948 ഓഗസ്റ്റ് 8-ന് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ ഒരു സഭ സ്ഥാപിച്ചു. മദർ തെരേസയുടെ തന്നെ വാക്കുകളിൽ, വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും ആർക്കും വേണ്ടാത്തവരെയും സ്നേഹിക്കപ്പെടാതെയും പരിഗണിക്കപ്പെടാതെയും സമൂഹത്തിൽ കഴിയുന്നവരെയും എല്ലാവരെയും സ്നേഹത്തോടുകൂടി പരിചരിക്കുക എന്നതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ദൗത്യം. 1952-ൽ അശരണർക്കായുള്ള ആദ്യത്തെ ഭവനം കൽക്കട്ട നഗരത്തിൽ തെരേസ ആരംഭിച്ചു. ഈ ആശ്രമം നിർമ്മല ഹൃദയ എന്ന നാമകരണം ചെയ്യപ്പെട്ടു. തെരുവിൽ കിടന്ന് മരണമടയാൻ വിധിക്കപ്പെട്ട ആളുകളെ മദർ തെരേസ നിർമ്മല ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. കുഷ്ഠരോഗികളെ പരിചരിക്കാനായി ശാന്തിനഗർ എന്ന സത്രം സ്ഥാപിച്ചു. 1955 ആയപ്പോഴേക്കും ചേരികളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ശിശുഭവൻ സ്ഥാപിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാനാകില്ല. സെപ്റ്റംബർ 5, 1997 മരണമടഞ്ഞ മദർ തെരേസയെ സെപ്റ്റംബർ 4, 2016 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപികയായ കൊൽക്കത്തയിലെ മദർ തെരേസയ്ക്ക് കുഷ്ഠരോഗികൾക്കും ദരിദ്രർക്കും വിശക്കുന്നവർക്കും നിരാലംബരായവർക്കും വേണ്ടി വർഷങ്ങളോളം നടത്തിയ സമർപ്പിത പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 1979 ലഭിച്ചു. മദർ തെരേസയുടെ വിജയരഹസ്യം അവരുടെ തന്നെ വാക്കുകളിൽ നമുക്ക് ശ്രവിക്കാം. എൻ്റെ വിജയരഹസ്യം വളരെ ലളിതമാണ്. എൻ്റെ പ്രാർത്ഥന അവസ്ഥകളെ മാറ്റുമെന്ന് പണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് എനിക്കറിയാവുന്നത് പ്രാർത്ഥന മാറ്റുന്നത് നമ്മളെയാണ്. നമ്മളാണ് അവസ്ഥകളെ മാറ്റുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി പ്രാർത്ഥിക്കണമെന്നുണ്ടോ? എങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ശുദ്ധഹൃദയം മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ നമ്മെ സഹായിക്കും. പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് വിശ്വാസമുണ്ടാകും. വിശ്വാസമുണ്ടായാൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹമുണ്ടായാൽ നമ്മൾ സേവന സന്നദ്ധരാകും. ഹൃദയത്തിന്റെ ശാന്തതയിൽ ദൈവം സംസാരിക്കും. നാം ദൈവത്തെ ശ്രവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രാർത്ഥന എന്നാൽ വെറും യാചനയല്ല. ദൈവത്തിന്റെ കരങ്ങളിൽ അവിടുത്തെ ഉപയോഗത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അവിടുത്തെ ശബ്ദം ശ്രവിക്കുന്നതുമാണത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ മധ്യസ്ഥതയിൽ അങ്ങേ സഹായം തേടി ഇണഞ്ഞ വിനീതദാസരെ തൃക്കൺ പാർക്കണമേ. ഈ വിശുദ്ധയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഉന്നതമായ നിയോഗങ്ങളുമായാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നതെന്ന് വിശുദ്ധ മദർ തെരേസയിലൂടെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ഞങ്ങളെയും ഒരുക്കണമേ. ഫലം നൽകുന്ന അത്യവൃക്ഷങ്ങളായി നിത്യജീവന്റെ നീർച്ചാലിനരികിൽ ഞങ്ങളെ വളർത്തണമേ. വേദനിക്കുന്നവരിലും പാവങ്ങളിലും അങ്ങേ ദർശിച്ച നീതിമാന്മാരുടെ ഗണത്തിൽ ദൈവപിതാവേ, നിത്യതയിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. ആമേൻ.